ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നു മലയാളം ലെറ്റർ ഈറ്റിംഗ് ചലഞ്ച്. നമ്മുടെ മലയാളം അക്ഷരമാലയില്ലേ, ഇതിനകത്ത് നിന്ന് നമ്മൾ ഒരു അക്ഷരം സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത അക്ഷരത്തിലെ ഫുഡ് വേണം നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം കഴിക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈ ബൗളിൽ ഞാൻ എല്ലാ അക്ഷരവും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം അമ്മ സെലക്ട് ചെയ്തത് ഇപ്പൊ മായാണെന്ന് വെച്ചോ, മാ വെച്ചിട്ടാണെങ്കിൽ രാവിലെ അമ്മ എന്തൊരു കഴിക്കും? മാ വെച്ചിട്ടുള്ള മാഗി. അതുപോലെ ഇപ്പം ചായയിൽ കുടിക്കുന്ന അപ്പൊ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടേ, കുടിക്കുന്ന സാധനവും മാ വെച്ചിട്ടുള്ളതായിരിക്കണം. മാംഗോ ഷേക്ക്, മനസ്സിലായോ? അങ്ങനെ അതുപോലെ ആയിരിക്കും. ഉച്ചക്ക് ഇപ്പൊ അമ്മക്ക് ചായ ആണ് കിട്ടുന്നതെങ്കിൽ ചാ വെച്ചിട്ടുള്ള ഉച്ചക്ക് എന്തു അമ്മ കഴിക്കുന്നത്? ചന്തൂരി ചിക്കൻ. ചന്തൂരി ചിക്കൻ അല്ലല്ലേ? അമ്മയുണ്ടോ ഫസ്റ്റ് എടുക്കുന്ന? ഫായ. ഗൈസ്, അമ്മയ്ക്ക് കിട്ടിയേക്കുന്ന അക്ഷരം ഫായാണ് കേട്ടോ. ഇതങ്ങ് വിഴുങ്ങ പരണി. ഫാ വെച്ചിട്ട് അമ്മ രാവിലെ എന്തോ കഴിക്കാൻ പോണോ? പത്തിരി. പത്തിരിയല്ലേ? അത് പായ, പത്തിരിയാണ്. പായല്ലേ? ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് സലാഡ്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈയും ഫ്രൂട്ട് സലാഡ് രണ്ടും ഒരു കോമ്പിനേഷൻ അല്ലേ? ഫ്രൂട്ട് സലാഡ് കഴിക്കാം രാവിലെ. ഫ്രൂട്ട് സലാഡ് കഴിക്കാം. ഫ്രൂട്ട് സലാഡ് കൊടുക്കാം. തീർന്ന്. ഹാ വെച്ചിട്ട് എന്തോന്ന്? ഹൽവ. ഹൽവ ഒക്കെ മധുരം. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഹണി ചിക്കൻ അൽഫാം. അതുകൊണ്ടാ ഹണി ചിക്കൻ അൽഫാം ഉണ്ടാക്കാലോ. ഹണി ടീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, അതെന്തോ ചായ കത്തിച്ചിട്ട് തേൻ ഒഴിച്ചാൽ മതി, പഞ്ചാരക്ക് വരും. നല്ലതായിരിക്കും തോന്നല്ലേ? അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഉണ്ടാക്കാം. അവനോന്റെ ഫുഡ് അവനോ ഉണ്ടാക്കിക്കോളാം കേട്ടല്ലേ? പക്ഷെ അമ്മയ്ക്ക് വേറെ ഐറ്റം ഉണ്ടായിരുന്നപ്പ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ കിട്ടിയത് ഫ്രൈഡ് റൈസ്. ഇവർക്ക് ഇഷ്ടമായിരുന്നു ഫ്രൈഡ് റൈസ് കഴിക്കായിരുന്നു. അത് മതിയായിരുന്നു. അല്ല, രാവിലെ കഴിക്കാൻ ഫ്രൂട്ട് സലാഡാണ് നല്ലത്. ഹാപ്പിക്കായിരുന്നു നമ്മൾ എന്തിനു കൊടുത്തേനാ? ഹാപ്പിക്ക് ഫിഷ് അല്ലേ? ഹാപ്പിക്കാര്യം നമ്മൾ ഫിഷ് കൊടുത്തേനെ. ഹാപ്പിയുടെ സാധനം ഇത് മാങ്ങ. ഹേ ഗൈസ്, അപ്പൊ അമ്മയ്ക്കുള്ള ഫ്രൂട്ട് സലാഡൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി എന്റെ ഐറ്റം ഞാൻ ഉണ്ടാക്കട്ടെ. ഹണി അൽഫാമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അൽഫാം ഇവിടെ? ഫസ്റ്റ് അമ്മക്ക് ഹണി ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ അൽഫാം ഇതിനകത്ത് തട്ടിയ ഹണി ചില്ലി അൽഫാം റെഡി. തിള വന്ന് പതയൊക്കെ ആയിടെ. ഇത് ഫസ്റ്റ് അമ്മ കഴിച്ചു നോക്കുക. അമ്മക്ക് ഇത് വേണമെന്നുണ്ടാ? ഇല്ലേ, എനിക്കത് മതി. അതാ ഹെൽത്തി കുട്ടാ. ഞാൻ അൽഫാം എടുത്തിട്ടോ. ഇത് പതയൊക്കെ വന്ന് ആദ്യമായിട്ടാ ഹടിയൊക്കെ ഒഴിച്ച് തിന്നല്ലേ അത്. അവനോന്റെ അതേ തിന്നാവൂ. എനിക്ക് അത്രേ ഉള്ളു, എനിക്കത് മതി. ഇത് ഉപ്പിടണ്ടേ? മധുരത്തിൽ ഉപ്പ് ഉണ്ടല്ലേ? കടയുന്നല്ലേ? അൽഫാമ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഞറക്കിട്ട് തുണ്ടു പറ്റിയല്ലോ. വേണ്ട, അവരൊരു കിട്ടിയതൊക്കെ തിന്നിട്ട്. അല്ല, അമ്മക്ക് ഹെൽത്തി അല്ലേ വേണ്ടത്? ഇത് ഹെൽത്തി അല്ലമ്മ, ഇത് ആരോഗ്യത്തിന് ഇതൊക്കെ കേടാണ്. ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് കണ്ടോ, ഇത് കാണുമ്പോ തന്നെ അമ്മ കഴിക്കാൻ തോന്നില്ലല്ലേ? നിങ്ങൾക്ക് മനം പറിക്കുന്നില്ലേ? കൊള്ളല്ലേ? ഇത് ടേസ്റ്റ് നോക്കട്ടെ. അതെ, ഒന്നാമത് ഇത് മധുരോ. ഞാൻ ചാറ് കണക്ക് നക്കാൻ നോക്കി. ചുവന്ന്. നല്ല വെള്ളം തന്നെ ചുവന്ന്. ഈ തേൻ ഭയങ്കര ചൂടാട്ടാ. ഇത് നമ്മുടെ വെളിച്ചെണ്ണ കണക്കാണ്. ഞാൻ ചാറ് ടേസ്റ്റ് ചെയ്തു. ഒരു ഇച്ചിരി ഉപ്പെടുത്ത് കൈവെള്ളമേ. ഞാൻ അന്നേരേ പറഞ്ഞ തുണ്ടെഴുതിയിടാതെ. അതെങ്ങനെ ഇവര് ഇന്ന് പെരുവല്ലേ? മിക്കവാറും അപ്പൊ അമ്മയ്ക്ക് ഫ്രൂട്ട് സലാഡ്, അമ്മയ്ക്ക് ഫ്രഷ് ജ്യൂസ് വേണ്ട, പാലും അതുകൂടെ പിരി. ഇത് മതി. ഇത് ചായ. അയ്യോ, ചായയാണ് കേട്ടോ മെയിൻ. ചായയിൽ ഹണി, കുറച്ച് ഹണി കഴിക്കാൻ കേട്ടോ. ഇളക്ക്. ഇതെന്തൊരു ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി, വേറൊരു മണമൊക്കെ. ഓടെ ഇത് ഇതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഇല്ല കേട്ടോ, പക്ഷെ അതിനും കുഴപ്പമില്ല. സൂപ്പർ. ഇത് കാണാൻ കളർ തന്നെ സൂപ്പർ കേട്ടോ.
അടിപൊളി ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റ് കേട്ടാ. അടിപൊളി സൂപ്പർ ടേസ്റ്റ്. അമ്മക്ക് ഹായ് ആയിരുന്നു തരായിരുന്നു, പക്ഷെ ഹായ് ഇല്ലല്ലമ്മ. ഹായല്ല, കുഴപ്പമില്ല കേട്ടോ. ആണോ? വേണ്ട, താല്പര്യമില്ല. കുബൂസ് എടുത്തോട്ടാ. ഗുബൂസ് ഇല്ല. എന്താ ഹായേ ഉള്ളൂ. ഹണി ഒഴിച്ചാ പോരെ? ഞാൻ ഈ മന്തിയും അൽഫാമൊന്നും കഴിക്കില്ല. എന്നാ ഉച്ചഭക്ഷണം. അയ്യോ ഇവർക്ക് ഇറ് കിട്ടണേ. റാ വെച്ചിട്ട് ഉച്ചക്ക് കഴിക്കാൻ പറ്റുന്നത് റൈസ്. റൈസ്. റബ്ബർ. റംബൂട്ടാന്റെ അച്ചാറൊക്കെ ഉണ്ട്. റംബുട്ടാൻ അച്ചാറുണ്ട് കേട്ടോ. റംബൂട്ടാൻ അച്ചാറുണ്ട് കടയുണ്ട്. എന്നാ റൈസും റംബുട്ടാൻ അച്ചാറും. ഡ്രിങ്ക് എന്തിനു കുടിക്കും അമ്മ? റംബുട്ടാൻ ജ്യൂസ്. റംബുട്ടാൻ ജ്യൂസ് ഉണ്ട്. ഊത്തപ്പം, ഊണ്, ഊണ് എല്ലാം ഉണ്ട്. അതിനകത്തെല്ലാം ഉണ്ട്. ഊണ്. ഞാൻ രക്ഷപ്പെട്ടു. ഊണ് കിട്ടിയ ഫോർ ഊണ്. വെള്ളമല്ലേ ഡ്രിങ്ക്. ഇപ്പോ വെച്ചിട്ട് ഉലുവ വെള്ളം. എനിക്കാ കിട്ടിയത് ഒത്തു. അമ്മയ്ക്കാണ് പണി കിട്ടിയത്. റംബുട്ടാൻ അച്ചാറുണ്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഫിറോസിക്കൊക്കെ എടുത്ത അച്ചാറൊക്കെ ഇട്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മഴക്കോളാ, ഭയങ്കര മഴക്കോളാ. തുണി പോലും കഴുകിട്ട് എണ്ണ കഴി. ചൂടാ. വെളിച്ചെണ്ണ, കടു. അത് കടു പൊട്ടിട്ടിടാ. ഇഞ്ചി, വെളുത്തുള്ളി. നമുക്ക് ഇളക്കാം. ഇത്തിരി ഉലുവാപ്പൊടി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടാ. ഇത്രേ ഉള്ളല്ലേ. ഇനി കുറച്ച് വിനാഗിരി, കായപ്പൊടി. കായ ഇടൂ ഇതിനകത്ത്. അച്ചാറിനിടും. എനിക്ക് കുഴപ്പമില്ല, നിങ്ങളാണ് തിന്നുന്ന. കുറച്ച് പഞ്ചാരയും കൂടി ഇടും കേട്ടാ. ഹണിയും ഒഴിക്കാൻ. ഹണി വേണ്ട, കായപ്പൊടി. കായൊക്കെ ഇടുന്നു. സാധാരണ കായ ഇടും. അമ്മക്ക് കുടിക്കാൻ എന്താണ്? കുടിക്കാൻ ഞാൻ ഇത് വെച്ച് ഇപ്പൊ ജ്യൂസ് അടിക്കും. എനിക്കേ ഉള്ളു. എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരണേ. ഇതിന് തരത്തില്ല. തര ചിലപ്പോ അറിയത്തില്ല, കൊതിയിടും. എനിക്ക് വേണ്ട. ഹലോ, ടേസ്റ്റ് ഉണ്ടാ? നോക്കട്ടെ. കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അത് ഒരു കെട്ട കരിക്ക്. കുഴപ്പമില്ല, കുടിക്കാൻ കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് നല്ല അടിപൊളി ഊണുണ്ട് കേട്ടോ. ഊണിന് മീൻ പൊരിച്ചുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻകറി ഉണ്ട്, ചീനിയുണ്ട്. പിന്നെ ഇത് റേഷനറി ചോറാണ്. പിന്നെ തൈര്, കുടിക്കാനായിട്ട് വെള്ളം, ഉലുവ വെള്ളം കേട്ടോ. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. വെച്ച് വേറെ ഏതെങ്കിലും വെള്ളം ഉണ്ടോ? വേണ്ട. അമ്മ അങ്ങോട്ട് ഒഴിക്കാമ്മ. എന്റെ സ്പെഷ്യൽ അച്ചാറ്. കണ്ടിട്ട് രസമൊക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് സീരിയസ് ആയിട്ട് പറയണേ. വെളുത്തുള്ളി കൊള്ളാം, മധുരമൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ചീനി, മീൻകറി, ചമ്മന്തി. കഴിക്കട്ടെ. അടിപൊളി. നമ്മൾ ഫുഡ് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചിട്ടുണ്ട്. അയ്യോ അടിപൊളി, തൃപ്തിയായി. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡിന്നർ പുറത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അക്ഷരം സെലക്ട് ചെയ്താലേ കഴിക്കാൻ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യം നീ എടുത്തോ. ഫസ്റ്റ് അമ്മ എടുത്തോ. മാ വെച്ച് നല്ല ഫുഡ്. ഓക്കെ, ഇനി ഞാൻ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മാ കിട്ടണേന്നായിരുന്നു കേട്ടോ. ബാ വെച്ച് ബിരിയാണി. ബിരിയാണി ഉണ്ട്, ബദാം ഷേക്ക്, ബന്തി. എനിക്ക് മന്തി. അതാ ഞാൻ കിട്ടിയപ്പോഴും മന്തി. ബീഫ് ഫ്രൈ കഴിക്കാം. എനിക്ക് ബ്രോസ്റ്റഡ്. യെസ്, എനിക്ക് അത് മതി. എനിക്ക് ബ്രോസ്റ്റഡ് കേട്ടോ. അമ്മയ്ക്ക് മന്തി, എനിക്ക് ബ്രോസ്റ്റഡ്. ഓക്കെ, ഫൈൻ.
മതി മതി സെറ്റ് സെറ്റ് ഇപ്പൊ ആലോചിച്ചപ്പോ കിട്ടി. ഇത് ബ്രോസ്റ്റഡ്. എനിക്ക് ഡ്രിങ്ക് ആയിട്ട് ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ ബദാം മിൽക്ക്, ബനാന ഷേക്ക്, മാവച്ചിട്ട് വേറെ മാംഗോ അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും വേണോ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് പോയി ബ്രോസ്റ്റഡ് മന്തി തിന്നാം, എന്നിട്ട് നമുക്ക് ജ്യൂസ് ഏതെങ്കിലും കുടിക്കാം. ഓക്കെ. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നേട്ടാ. അപ്പൊ എനിക്കൊരു ഡൗട്ടേ, സത്യത്തിൽ മന്തി അല്ലല്ലോ, കുഴിമന്തി അല്ലേ? അപ്പൊ കായല്ലേ? കുഴി ഇപ്പൊ ഇല്ല, മന്തിയുള്ളൂ. കുഴിയില്ല. കുഴിമന്തി ഇപ്പൊ പറയത്തില്ല, ഞാൻ പറയത്തില്ല, ഞാൻ മന്തി എന്ന് പറയുന്നത്. മന്തി വന്നു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞത് ഇവർക്ക് മസാല ദോശ മേടിച്ചു കൊടുക്കുക. മസാല ദോശ അല്ലേ? മസാല ദോശ എനിക്കായിരുന്നു. മസാല ദോശ മതിയായിരുന്നല്ലേ അമ്മയ്ക്ക്? മന്തി കുഴിമന്തിയൊക്കെ വെട്ടി മന്തിയാക്കി കഴിക്കട്ടെ പാവം പോട്ട്. എന്തുകൂടെ അച്ചാറിട്ട് അതൊന്നും നല്ല കണക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അച്ചാറ് അതൊക്കെ അല്ലേ കുടിച്ച് തിന്ന്. അച്ചാറും ചോറും ഇതിനൊക്കെ ഊണും എല്ലാം ഉണ്ടായിരുന്നു. അതിനോട് കുഴപ്പമില്ല, കഴിക്കട്ടെ. ഓക്കെ, എൻ്റെ ബ്രോസ്റ്റർ എത്തിയിട്ടുണ്ട്. എനിക്ക് ബ്രോസ്റ്റർ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. മയോണൈസ് മുക്കാൻ പറ്റത്തില്ല, കാരണം മയോണൈസ് മായാണ്. അമ്മയ്ക്ക് മയോണൈസ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ബ്രോസ്റ്റർ മാത്രമേ കഴിക്കാൻ പറ്റൂ. ഫ്രഞ്ച് ഫ്രൈസും കഴിക്കാൻ പറ്റില്ല. ഈ അമ്മയ്ക്ക് രാവിലത്തെ ആയിരുന്നെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസും എടുക്കായിരുന്നു. ഇപ്പോഴേ ഓർക്കുന്നത്. തോനയും ചോറുണ്ട്. തോനയും ചോറായാലും നിങ്ങൾ തിന്നൂല്ലേ? ഇതെല്ലാം തിന്നൂല്ലേ? ഇവര് തിന്നു. എനിക്കങ്ങനെ ചാടയൊന്നുമില്ല. എനിക്ക് ചാടയൊന്നുമില്ല. എൻ്റെ വയറ് നിറയുന്നുണ്ട്. ഞാൻ കഴിക്കും. മാവച്ച മയോണൈസ് ആവട്ടെ. എനിക്ക് മയോണൈസ് മുക്കാൻ തോന്നുന്നു. ഇത് ഒഴിക്കാൻ പറ്റൂലേ? ടൊമാറ്റോ സോസും ബട്ടർ സോസ് ഉണ്ടോ? ബട്ടർ. നേരെ വീട്ടിൽ വന്നു കേട്ടോ. സമയം ഏതാണ്ട് 11 മണിയായി. അതുകൊണ്ട് ഷെയ്ക്ക് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഏത് ഷെയ്ക്കാ? എനിക്ക് മാങ്ങ വെച്ചുള്ള. അമ്മയ്ക്ക് മാംഗോ ഷെയ്ക്ക്, എനിക്ക് ബനാന ഷെയ്ക്ക്. ബനാനക്കകത്ത് കുറച്ച് ബദാമും കൂടെ ഇടാം. മാങ്ങ എല്ലാം നിന്നെ എല്ലാരും അങ്ങ് ഏമാത്തില്ലേ? ചതഞ്ഞ മാങ്ങ മൊത്തം. എന്നെ എവിടെ പോയാലും ഏമാത്തുമ്മ. തമിഴ്നാട്ടിൽ പോയാൽ പാണ്ടിക്കാരന്മാര് ഏമാത്തും, ഇവിടുത്തെ കടയിൽ പോയാൽ അവിടുത്തെ അണ്ണൻ ഏമാത്തും. മൊത്തം ഉടഞ്ഞ മാങ്ങ. എല്ലാരും എന്നെ പട്ടിക്കുവാണല്ലോ ദൈവമായി. നീ എന്നെ പട്ടിക്കൂടാ? എടാ നീ എങ്കിലും എന്നെ പട്ടിക്കാതിരിക്കൂ. നീ പട്ടിക്കും. നീ സത്യം പറ, നീ എന്നെ പട്ടിച്ചൂടെ? നീ എന്നെ പട്ടിച്ചോ ഇല്ലേ? പട്ടിക്കുമോ? എടാ ആര് പട്ടിച്ചാലും നീ പട്ടിക്കരുത് തന്നെ കേട്ടോ. ഒന്നോ ഓഹോ, ആ മാങ്ങാണ്ടിയൊക്കെ എടുത്ത് വിടുന്ന നീ ടട്ട് പോകും. നീ കേട്ടോടാ, തുക്കാമണിയാ, നീ ടട്ട് പോകും. എങ്ങോട്ട് പോടുന്ന നീ? അവിടെ നില്ലടാ അവിടെ നില്ലടാ. ഇവന്റെ വായും പല്ലും ഇല്ലടാ, അകത്തോട്ടായോണ്ടേ കടിക്കാൻ ശ്രമിച്ചാലും വരത്തില്ല. പോയി മാങ്ങതാ. രണ്ട് കഷ്ണം ബദാം കൂടി ഇടാം. അയ്യോ, എൻ്റെ ബനാന ഷേക്ക്, അമ്മയുടെ മാംഗോ ഷേക്ക്. ചേഴ്സ്. ഇതോടുകൂടി നമ്മുടെ ചലഞ്ച് അവസാനിക്കുന്നു. മധുരമില്ല. പഞ്ചാര ഇട്ടില്ലടാ. കൊള്ളാല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ അവസാനിച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നല്ലോ, ഒരു വെറൈറ്റി സംഭവമായിരുന്നു. ആദ്യം പിന്നെ അങ്ങ് മലയാളം ചെയ്യാന്ന് വെച്ചാട്ടാ. എല്ലാവരും കൂടുതലും ഇംഗ്ലീഷ് ഒക്കെയാണ് എടുക്കുന്നത്. നമ്മള് പിന്നെ മലയാളത്തിൽ ഒന്ന് കീച്ചാം. ഇംഗ്ലീഷ് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോ ബൈ.